ഹായ്, എല്ലാവർക്കും LS നേച്ചർ വേഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമുക്ക് നല്ല മഴയൊക്കെയാണ്. നമുക്കൊരു കട്ടൻ ചായയും പരിപ്പ് വടയും കഴിക്കാം. അതിനായിട്ടൊരു പരിപ്പ് വട ഉണ്ടാക്കുന്നുള്ള റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പരിപ്പ് വട തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെയുള്ള ഒരു കപ്പിൽ 1 കപ്പ് കടലപ്പരിപ്പ് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. അത് ഞാൻ വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പയിലിട്ട് വെച്ചിരിക്കുകയാണ്. 1 കപ്പ് കടലപ്പരിപ്പ് കുതിർത്തെടുത്ത പരിപ്പാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10-15 അല്ലി ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 1 ഇഞ്ചിൻ്റെ ഇത്രയും വന്നൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കൂടാതെ 2 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ചുവന്ന മുളകാണ്. അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് കായപ്പൊടി ആവശ്യമാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വട തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഈ മുളക് കറിവേപ്പിലൊക്കെ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ പരിപ്പ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അതിന് മുന്നായിട്ട് ഞാനൊരു 2 സ്പൂൺ പരിപ്പ് ഇതേപോലെ കുതിർത്ത പരിപ്പ് ഞാനെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ച് കൊണ്ടുവരാം. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഞാനിത് ചതച്ചെടുക്കുന്നത്. ഇത്രയും പരിപ്പുണ്ട്. ഈ പരിപ്പ് നമുക്കൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഇതേപോലെ ഞാൻ തരിപ്പാക്കിയിട്ട് ഇങ്ങനെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പരിപ്പ്. ഇതിനി നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പരിപ്പുണ്ടല്ലോ, നമ്മുടെ ഉള്ളിയൊക്കെ ചതക്കുന്ന കല്ലുകൊണ്ട് ഒന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ ചതച്ച് കൊടുക്കാം. വേണ്ട, ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇത് നമുക്ക് പരിപ്പട കടിക്കുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി മുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ വേപ്പില ഇതൊക്കെ അതിൽ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ ചെറിയ സ്പൂണിൽ 1/4 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ട, 1/4 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു. ഉപ്പിടുമ്പോൾ നമ്മൊന്ന് ശ്രദ്ധിച്ചിടാം, നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചട്ടി വെച്ചെടുക്കാം. ഇതേപോലെയുള്ള ചെറിയൊരു ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ പരിപ്പ് വട വറക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ മാവ് എടുത്തിട്ട്
ഇതേപോലെ ഒന്ന് ഉരുട്ടാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കൈയിൻ്റെ വെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വിരലുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഇതേപോലെ ഇങ്ങനെ ഉള്ളം കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോരാം. തീ ഒന്ന് സ്ലോയിൽ വയ്ക്കാം. വേണ്ട, ഉള്ളം കയ്യിലിട്ടിട്ടൊന്ന് പരത്തിയിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്യും. അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് കനം കുറഞ്ഞിട്ട് നടു ഒന്ന് കനത്തിലായിട്ടുള്ള പരിപ്പുവട കിട്ടും. വേണ്ട, ഇത് നമുക്കിനി വെളിച്ചെണ്ണയിലിട്ട് കൊടുക്കാം. അധികം കനം കുറച്ചിട്ടുള്ള പരിപ്പുവടയല്ല ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. ഞാൻ ഇത്തിരി കനമുള്ള പരിപ്പുവടയാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് പരിപ്പുവട ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വേണ്ട, ഇതേപോലെ നമുക്ക് പരിപ്പുവട തിരിച്ച് മറിച്ചിട്ടിട്ട് മൊരിയിച്ചെടുക്കാം. വേണ്ട, നമ്മുടെ പരിപ്പുവട വേണ്ട പൊളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, ഒന്ന് നന്നായി മൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്ക് ഈ അരിപ്പയിലേക്ക് മാറ്റാം. ഈ പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ട് പരിപ്പ് വെള്ളത്തിലിടുമ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ ഇതിന് നല്ല ക്രിസ്പിയും സോഫ്റ്റായിട്ടുള്ള പരിപ്പുവട തയ്യാറായി കിട്ടും. ഞാനിന്നത് പച്ചവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്. ഞാൻ 4 മണിക്കൂർ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചത്. ചൂടുവെള്ളത്തിലാവുമ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ഇട്ട് വെച്ചാൽ മതിയാവും. നമ്മുടെ പരിപ്പുവട തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഈ അരിപ്പയിലേക്ക് മാറ്റാം. കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവട കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പരിപ്പ് വടയും തയ്യാറാക്കാം. ഇതേപോലെ നമുക്ക് പരിപ്പ് വട തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ പരിപ്പ് വട മൂത്ത് വന്നിട്ടുണ്ട്. ഇത് 2ാമത്തെ ട്രിപ്പാണ്. നമുക്കിതിലേക്ക് ഈ അരിപ്പയിലേക്ക് മാറ്റാം. കണ്ട, ഇതേപോലെ നമുക്ക് 2 പ്രാവശ്യത്തെ പരിപ്പ് വട കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ചെറിയ ചട്ടിയാണ്. ഞാൻ 3 ചെറിയ പരിപ്പ് വടകളാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലാവശ്യത്തിനായ കാരണം കൊണ്ടാണ് ചെറിയ പരിപ്പ് വടയായിട്ട് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് നടു കനമുള്ള സൈഡ് കനം കുറഞ്ഞിട്ട് പരിപ്പ് വട തയ്യാറായി കിട്ടും.
ഇത് ലാസ്റ്റ് ട്രിപ്പ് പരിപാടിയാണ്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് നന്നായി മൊരിഞ്ഞ് വരട്ടെ. ഈ പരിപ്പ് വട തയ്യാറാകുമ്പോഴേക്കും ഞാൻ ഈ അടുപ്പിൽ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായി. വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ചായപ്പൊടി ഇട്ട് ചായ തയ്യാറാക്കട്ടെ. ഇഞ്ചി ചായയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഈ മഴക്കാലത്തൊക്കെ എന്നും നമ്മൾ കട്ടൻ ചായ വയ്ക്കുമ്പോൾ കുറച്ച് ഇഞ്ചിയും കൂടി ചതച്ചിട്ടിട്ട് ചായ വെച്ചാൽ അത് നമുക്ക് നല്ലതാണ്. ഗ്യാസ് ഓഫ് ആയിട്ട് നമ്മുടെ പരിപ്പടിയൊക്കെ തയ്യാറായി കഴിഞ്ഞു. അല്ല, ഇത്രയും പരിപ്പട എനിക്ക് ഈ ഒരു കപ്പ് പരിപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചെറിയ പരിപ്പടയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിരിക്കണേ. പരിപ്പട ഒരു 12 പരിപ്പട കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയുള്ള ഇത് വലിയതാക്കുന്ന വെച്ചാൽ ഒരു 7-8 എണ്ണമൊക്കെ ആയിട്ട് നമുക്ക് തയ്യാറാക്കി കിട്ടും. കണ്ട, നല്ല സ്വാദുള്ള പരിപ്പട കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് വൈകിട്ടത്തെ ചായക്കൊക്കെ പരിപ്പ് വട വീട്ടിൽ തയ്യാറാക്കാം. എത്ര പെട്ടെന്നാണ്. പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് പരിപ്പ് വട തയ്യാറാക്കിയെടുക്കാം. നല്ല സ്വാദുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വടയാണ്. നമുക്കൊന്ന് ഒരെണ്ണെടുത്ത് കട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ പരിപ്പ് വട ഒന്ന് മുറിച്ച് നോക്കാം. കണ്ട, പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് മുരുമുരാന്നിരിക്കുന്നുണ്ട്. നമുക്കിനി മുറിച്ച് നോക്കാം. കണ്ട, ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പരിപ്പടിയായിട്ടും പുറം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ പരിപ്പട നിങ്ങളും തയ്യാറാക്കി നോക്കണം. ഇതേപോലെ നിങ്ങളും പരിപ്പ് വട തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും, ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ഓൾ എന്ന ബട്ടണും കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.